എറണാകുളം ജില്ലയാണ് 2020 സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം. എറണാകുളം ജില്ലയിൽ 9 മണ്ഡലങ്ങളിലാണ് 2020 മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിൽ 8 സ്ഥലത്ത് നമ്മൾ മത്സരിച്ചതാണ്. ഈ തവണ അത് 9 സ്ഥലത്ത് നമ്മൾ മത്സരിക്കുന്നു. ഇവിടെ ഇന്ന് കുറച്ച് സെലിബ്രിറ്റികൾ 2020യുടെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അതിലാദ്യമായിട്ട് ഞാൻ വീണ നായരെ പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. വളരെയധികം സിനിമകളിലും സീരിയലിലുമൊക്കെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച ഒരാളാണ്. ക്ലാസിക്കൽ ഡാൻസറാണ്. അതിനേക്കാൾ കൂടുതൽ വെള്ളിമൂങ്ങ എന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള സിനിമയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് റോള് അഭിനയിച്ച് ശ്രദ്ധേയമായ താരമാണ്. ഏകദേശം 40ഓളം സിനിമകളും 50ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. വീണ നായർ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിലായിരിക്കും 2020ക്ക് വേണ്ടിയിട്ട് മത്സരരംഗത്തിറങ്ങുക. അപ്പോൾ ഇതുപോലെയുള്ള വിവിധ മേഖലകളിൽ നിന്ന് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെയാണ് ഈ തവണ 2020 രംഗത്തിറക്കുന്നത്. അതിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ് വീണ നായർ. ഇനി എന്തെങ്കിലും വീണയ്ക്ക് പറയാനുള്ളത് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെയൊരു അവസരം ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ ഇങ്ങനെ കഴിഞ്ഞതിൽ. കിഴക്കമ്പലം 2020യുടെ വികസനം നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അത് കേരളത്തിലെ പഞ്ചായത്തുകളിൽ 2020 മോഡൽ ആ മാതൃക വരുന്നതിൻ്റെ ഭാഗമാകാൻ സാബു സാറിനോടൊപ്പം 2020യോടൊപ്പം എനിക്കും ഒരവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷം ഏറ്റുമാനൂർ മണ്ഡലത്തിലെ അയ്മനം ഗ്രാമപഞ്ചായത്തിൽ പരിപ്പ് എന്ന സ്ഥലത്താണ് എൻ്റെ നാട്. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് മത്സരിക്കാനൊരവസരം, എൻ്റെ നാടിന് വേണ്ടി അതിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയൊരവസരം, ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരവസരം തന്ന 2020 NDAയുടെ ഇപ്പോൾ 2020യുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സാബു സാറിന് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒത്തിരി സന്തോഷം. സപ്പോർട്ട് ചെയ്യുക. മാറ്റം ആവശ്യമാണ്. ഈ മാറ്റത്തിനൊപ്പം ഞാനും ഉണ്ടാവും. നന്ദി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നു സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ SFIയുടെ. അതിനുശേഷം അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായിട്ട് പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു എന്ത് പാർട്ടി ഞാൻ പൂർണ്ണമായിട്ടും അത് പുറത്തു പറഞ്ഞുകൊണ്ടല്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് പ്രവർത്തിക്കേണ്ട സമയത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പം ഒരു പാർട്ടി നമ്മുടെ കൂടെ സപ്പോർട്ടിന് വരുമ്പോൾ ഇതുവരെ ചെയ്യുന്നതിനപ്പുറം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെപ്പോഴും ഒരു മാധ്യമം ആവശ്യമാണ്. അതിനേറ്റവും നല്ല മാധ്യമമാണ് ഞാൻ കണ്ടെടുത്തോളം ഈ 2020 മോഡൽ, ഇപ്പോഴത്തെ ഈ മൊത്തത്തിലുള്ള ഈ മാറ്റം.